ഹലോ കൂട്ടുകാരി, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അതേപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി നമ്മൾ അട്ടപ്പാടിക്ക് പോകണം. അപ്പോൾ ഗുരുവായൂരൊക്കെ പോയിട്ട് നല്ല ക്ഷീണമൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ ക്ഷീണമൊക്കെ തീർത്തിട്ട് ഞങ്ങളൊരു 3:30-ക്ക് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങിയത് കേട്ടോ. അതായത് അട്ടപ്പാടിക്ക് വെയിലൊക്കെ താന്നിട്ട് പോകാൻ വിചാരിച്ചു. കാരണം ഉണ്ണീനെയും കൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം വെയിൽ കുറഞ്ഞിട്ടേ പോവുക. കാരണം കുട്ടി കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങും, അത് കഴിയുമ്പോൾ പിന്നെയും ക്ഷീണം ആകണ്ട. കാരണം ലോങ് കൂടിയാട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അധികം ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, കാരണം ഏട്ടൻ 2-3 ദിവസം കഴിയുമ്പോൾ ഏട്ടൻ പാലക്കാട്ടേക്ക് വരും. പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളങ്ങോട്ട് വരുള്ളൂ. കാരണം അപ്പോൾ കൂടെ സ്കൂളിലൊക്കെ ചേർത്തിയോണ്ട് ഇനി എവിടേക്കും പോയി നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇനി പണ്ടത്തെ പോലെ വിരുന്ന് പോക്കൊന്നും നടക്കില്ല. സ്കൂൾ പോകുന്ന സമയത്ത് മാത്രമായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം നിന്നിട്ട് വരാൻ വിചാരിച്ചിട്ടാണ് പോണത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നമ്മുടെ അട്ടപ്പാടി എത്താനായിട്ട് ഗായ്സ് അവസാനത്തെ ചുരമാണ്. ഇത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ നമ്മൾ അട്ടപ്പാടിക്ക് പോകുമ്പോൾ. കാരണം കുറേ ദിവസം കഴിഞ്ഞ് നമ്മൾ അട്ടപ്പാടിക്ക് പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ സമയത്ത് അട്ടപ്പാടിക്ക് പോകാറ് 2-3 ദിവസം തന്നെ പ്ലാനിങ് തുടങ്ങും കേട്ടോ, എങ്ങനെയാണ് പോണത് അങ്ങനെയൊക്കെ തുടങ്ങാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മല്ലീശ്വരമുടി എത്തി. പിന്നെ ഞങ്ങൾ നേരെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മണി 5:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അട്ടപ്പാടി എത്തുന്ന സമയത്ത്. വീടെത്തുമ്പോൾ ഏകദേശം ഒരു 6 മണി കഴിയും കേട്ടോ. അത്യാവശ്യം ലോങ് ഉണ്ട്. അതായത് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യം നല്ല ലോങ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അപ്പോൾ കൂടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇടവഴി തന്നെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങണമായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ കൂടെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങണമായിരുന്നു, ക്രീം അതേപോലെ സോപ്പൊക്കെ വാങ്ങണമായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ ഏട്ടൻ അതിൻ്റെ ഒപ്പം തന്നെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങുമായിരുന്നു. പിന്നെ നമ്മുടെ അപ്പക്കൂട്ടനുള്ള സാധനം അവൻ തന്നെ വാങ്ങിയെടുക്കുന്നുണ്ട്. ഇവിടുന്നും അതായത് ഗോളിക്കടവിൽ കുറച്ചും കൂടി ദൂരം എൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലോങ് ആണ് കേട്ടോ വീട്ടിലേക്ക്. നമ്മളൊരു 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഒരു 6 മണി 6:30 ഒക്കെ കഴിയും കേട്ടോ നമ്മൾ വീടെത്തുമ്പോൾ. പിന്നെ നമ്മൾ നിർത്തി വരികയാണെങ്കിൽ അതിനെ കഴിഞ്ഞ് സമയം എടുക്കുക. ഞങ്ങൾ എല്ലാ ഐറ്റംസും വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. നമ്മൾ അട്ടപ്പാടിക്ക് പോകുമ്പോൾ അമ്മ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. പിന്നെ കൂടുതലും അപ്പക്കൂട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊന്നും ആവശ്യമില്ല, നമ്മുടെ അപ്പക്കൂട്ടനെ മാത്രമാണ് എല്ലാവർക്കും ആവശ്യം. അവനെ കാണാനാണ് അമ്മ എപ്പോഴാണ് വരണത് ഇങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടേ ഇരിക്കും കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങൾ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് വഴി കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പം അധികം വണ്ടി കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വഴി കൂടെ തന്നെയാട്ടോ പോണത്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും എല്ലാവരും ഞങ്ങളെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ എത്തി. അമ്മയാണെങ്കിൽ ഞങ്ങളെ കണ്ടിട്ട് ഓടി വരികയായിരുന്നു കേട്ടോ. ഞങ്ങളെ കണ്ടിട്ടില്ല, നമ്മുടെ അപ്പക്കൂട്ടനെ കണ്ടിട്ട് ഓടി വരികയായിരുന്നു കേട്ടോ. അപ്പക്കൂട്ടനെ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഓടി വരിക. കാരണം അപ്പക്കൂട്ടനാണ് ഞങ്ങളുടെ ആദ്യത്തെ പേരക്കുട്ടി, അമ്മേൻ്റെയൊക്കെ ആദ്യത്തെ പേരക്കുട്ടി അപ്പക്കൂട്ടനാണ് കേട്ടോ. പിന്നെ അപ്പക്കൂട്ടനെ അമ്മനെ കണ്ടപ്പോൾ ചെറിയൊരു നാണവും മടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ അതൊന്നും കാര്യമാക്കിയില്ല. അമ്മ വേഗം അവനെ പൊക്കിയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ വണ്ടി കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ചെറിയച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. പിന്നെ ഉണ്ണികളൊക്കെ മണ്ണാർക്കാട് പോയിരിക്കുകയാണ്. അവൻ്റെ അമ്മ വീട്ടിൽ വിരുന്നൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഇവിടുത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.